പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. ഇന്ത്യ സംഘർഷത്തിന് അയവ് വരുത്തിയാൽ തിരിച്ചടിക്കില്ല എന്ന് പാകിസ്ഥാൻ. ഇന്ത്യ വളരെ കൃത്യമായി നേരത്തെ വിശദീകരിച്ചിരുന്നു, ഇത് നോൺ എസ്കലേറ്ററി സ്റ്റെപ്പാണ്, ഞങ്ങളുടെ വളരെ മെഷേർഡ് ആയിട്ടുള്ള പ്രിസിഷൻ സ്ട്രൈക്കാണ്. അത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇതുകൊണ്ട് നിർത്തി എന്നുള്ളതാണ്, എസ്കലേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. കൂടി മുന്നോട്ട് പോയാൽ ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ ഇതായിരിക്കില്ല എന്ന സന്ദേശവും ഉണ്ടായിരുന്നു ആ വാർത്താക്കുറിപ്പിലും. പിന്നീട് സേന അക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇന്ത്യ സംഘർഷത്തിന് അയവ് വരുത്തിയാൽ തിരിച്ചടിക്കില്ല എന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാകിസ്ഥാൻ ഇതിന് ഒരു തിരിച്ചടി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പഹൽഗാമിന് ഇന്ത്യ കൃത്യമായി മറുപടി നൽകി ആ അധ്യായം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവാതെ അവസാനിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവില്ല എന്നതിന്റെ സൂചനയായി നമുക്ക് ഇതിനെ കാണാം. പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് പാകിസ്ഥാന്റെ മറുപടി ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന കാലുഷ്യം ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയോടുകൂടി അവസാനിക്കുന്നു. ഖ്വാജ ആസിഫിന്റെ ഈ നിലപാടോടുകൂടി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവില്ല എന്ന ആശ്വാസം നമുക്കെല്ലാം ഉണ്ട്. ഇന്ത്യയെ ഭീകരവാദികൾ ആക്രമിച്ചു, പാകിസ്ഥാനിലെ ഭീകരവാദി കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തു. അതിനപ്പുറത്തുള്ള എസ്കലേഷന് താല്പര്യമില്ല എന്ന് ഇന്ത്യ ഖണ്ഡിതമായി വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സംഘർഷത്തിനില്ല, ഇന്ത്യ സംഘർഷത്തിന് അയവ് വരുത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്ന സമീപനത്തിലേക്ക് ഖ്വാജ ആസിഫ് പോകുന്നു. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകില്ല, പാകിസ്ഥാൻ ഇതുകൊണ്ട് നിർത്തുകയാണ് എന്നാണോ? അതാണോ അതോ പാകിസ്ഥാന് ഭയം വന്നു ചേർന്ന് കഴിഞ്ഞു എന്നുള്ളത്? തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ഇത്തരത്തിലൊരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പാകിസ്ഥാന് തിരിച്ചടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് എക്സിൽ കുറിച്ചെങ്കിലും പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് അല്പസമയം മുമ്പ് ഒരു മാധ്യമവുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ഇന്ത്യ ഈ ഇപ്പോഴത്തെ നടപടികൾ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു സംഘർഷത്തിൽ നിന്നും പിന്മാറാം എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാട് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യ ഇതൊന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ സംഘർഷത്തിൽ നിന്നും പിന്നോട്ട് പോകാമെന്നുള്ള തരത്തിലുള്ള പാകിസ്ഥാൻ്റെ നിലപാട് ഖ്വാജ ആസിഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും പല ഘട്ടങ്ങളിൽ പല പ്രഖ്യാപനവും പാകിസ്ഥാന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെ ഭീകരവാദികൾ കാർഗിൽ ഉൾപ്പെടെ നുഴഞ്ഞു കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ നേതാക്കളുടെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസ്താവനകൾ എത്രത്തോളം മുഖവിലക്കെടുക്കാം എന്നത് ഒരു ഭാഗത്ത്. അതേസമയം നമ്മുടെ കരുത്ത് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ നേരിട്ടൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ എപ്പോഴും പ്രോക്സി വാറിനാണ് ശ്രമിക്കുക, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഉപയോഗിച്ച് ഇന്ത്യയിൽ കാലുഷ്യമുണ്ടാക്കാൻ. അത് തുടർന്നും പാകിസ്ഥാൻ ശ്രമിക്കും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇല്ല എന്നതിന്റെ സൂചന ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ വിക്രം മിശ്രി വിശദീകരിച്ചിരുന്നത് ബസന്ത് രണ്ട് വാക്കുകൾ, മെഷേർഡ് എന്നുള്ളതും പ്രൊപ്പോർഷനേറ്റ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ അളന്ന അനുപാതത്തിലുള്ള തിരിച്ചടിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അതായത് കൃത്യമായി ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടതിന്റെ അതിനുള്ള ഒരു ഡിറ്ററൻസ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള അളന്ന് കുറിച്ച അനുപാതത്തിലുള്ള മറുപടി ഞങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ പാകിസ്ഥാൻ ആ തിരിച്ചടി ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഇതിനെ കൂടുതൽ വലിയ ഒരു കുഴപ്പത്തിലേക്ക്, യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായി ഇവിടെ ഇപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഭീകരവാദികളെ ഉപയോഗിച്ച് നടത്തിയേക്കാം. പക്ഷെ ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക്, ഒരു യുദ്ധത്തിലേക്കില്ല എന്നാണോ? അഭിലാഷ്, ഇതൊരു ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനയായി കണ്ടിട്ട് കാര്യമില്ല. ഇതിൽ പല ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് പാകിസ്ഥാന് മേൽ വലിയ തോതിലുള്ള സമ്മർദ്ദം മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. ഒന്ന് അമേരിക്ക തന്നെയാണ്, മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇവയെല്ലാം അവിടെ കിടപ്പുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം, പ്രത്യേകിച്ച് സൗദി UAEയുടെയൊക്കെ സമ്മർദ്ദം അവിടെ കിടപ്പുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കോസാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം. അതിന് പിന്നിലുള്ള പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന, പാകിസ്ഥാനിലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഡീപ് സ്റ്റേറ്റും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, അതായത് ഭീകര സംഘടന. അപ്പോൾ ഇതിനുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു, തെളിവുകൾ ലഭിക്കുന്നു. അവരുടെ തന്നെ സ്വയം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള അവരുടെ പ്രസ്താവനകൾ വരുന്നു. ഇവയെല്ലാം മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിൽ കൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾക്ക് ഇവിടെ ഭീകര കേന്ദ്രങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഭീകരരെ പിന്തുണയ്ക്കാറില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ വാദം. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾ ഭീകരതയുടെ ഇരയാണ് ഞങ്ങൾ എന്ന് ലോകവേദികളിൽ പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം പൊള്ളയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായി തെളിവുകൾ സഹിതം
ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഇന്ത്യ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദാ ഇവിടെ 21 കേന്ദ്രങ്ങളുണ്ട്, അതിൽ 9 ഞങ്ങൾ നശിപ്പിച്ചു, അതിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന മസൂദ് അസറിൻ്റെ ക്യാമ്പടക്കം, ലഷ്കർ എ തൊയ്ബയുടെ നേതാവ് ഹഫീസ് സെയ്ദിൻ്റെ ക്യാമ്പടക്കം ഞങ്ങൾ തകർത്തു എന്ന ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾക്ക് തിരിച്ചടിക്കാനുള്ള, ഇന്ത്യക്ക് പ്രത്യാക്രമണം നടത്താനുള്ള ഒരു അവകാശവാദം സ്ഥിരീകരിക്കപ്പെടുകയാണ്. അവിടെ പാകിസ്ഥാൻ എത്രത്തോളം നമ്മളെ തിരിച്ചടിക്കാൻ കഴിയുമെന്നുള്ളത്, ഒന്ന് ആയുധശേഷി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, രണ്ട് ഈ മറ്റ് സമ്മർദ്ദങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദം എത്രത്തോളം പാകിസ്ഥാന് മറികടക്കാൻ കഴിയുമെന്നുള്ളത്, അത് മറികടന്ന ഇന്ത്യക്ക് നേരെ ഒരു ഡയറക്റ്റ് വാർ അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് പാകിസ്ഥാൻ എത്രത്തോളം തയ്യാറാകാൻ കഴിയുമെന്നുള്ളതാണ്. അവരുടെ ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം ചേരുന്നുണ്ട്. ഇത് പാക് പ്രതിരോധ മന്ത്രിയുടെ മാത്രം വാക്കുകളാണ് എന്ന് നമ്മൾ മറിച്ച് കാണേണ്ടതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവിടെ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിടെ എന്ത് തീരുമാനം വരുന്നു എന്നുള്ളത് കാണാം. ഇത് ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ മനസ്സ് ആയിരിക്കാം. അതായത് ഇപ്പോൾ തിരിച്ചടച്ചിട്ട് കാര്യമില്ല, തിരിച്ചടിച്ചാലും അതിനേക്കാൾ വലിയ പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ദൂരെ അതിർത്തി കടക്കാതെ തന്നെ 9 കേന്ദ്രങ്ങൾ ഈ രീതിയിൽ തകർക്കാൻ കഴിയുമെങ്കിൽ അതിർത്തി കടന്നുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് നേരിട്ട് കടന്നുള്ള ഒരു ആക്രമണത്തിൽ എത്രത്തോളം നേരിടാൻ കഴിയും, ആ പ്രഹരശേഷി എത്രത്തോളം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ചിലപ്പോൾ വിലയിരുത്തിയിട്ടുണ്ടാവാം. ഇതൊരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു മനസ്സ് മാത്രമായിരിക്കാം. സൈനിക നേതൃത്വം ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അല്പസമയത്തിനുള്ളിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതിലെന്ത് തീരുമാനം വളരെ നിർണായകമാണ്.